ആത്മാവാൽ ശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ശക്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആത്മാവാൽ വഴി നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സാക്ഷികളാക്കി ഉയർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, മഹത്വം, മഹത്വം, ആരാധന, ഹല്ലേലൂയ. പിതാവേ നന്ദി, ഹല്ലേലൂയ. കാലുകളേറെ കുറെ വഴുതിപ്പോയി, ഒരിക്കലും ഉയരില്ല എന്നു നിനച്ചു. കാലുകളേറെ കുറെ വഴുതിപ്പോയി, ഒരിക്കലും ഉയരില്ല എന്നു നിനച്ചു. എന്റെ നിലവുകൾ ദൈവം മാറ്റിയെഴുതി, പിന്നെ കാൽ വഴുതുവാനിടവന്നില്ല. എന്റെ നിലവുകൾ ദൈവം മാറ്റിയെഴുതി, പിന്നെ കാൽ വഴുതുവാൻ. കൈകൾ ഉയർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ, നമ്മുടെ യേശു ജീവിക്കുന്നു. ഉറക്കെ ഉറക്കെ ഹല്ലേലൂയ, ഹല്ലേലൂയ, നമ്മുടെ യേശു ജീവിക്കുന്നു. ഞാൻ കാനഡയിൽ ധ്യാനിപ്പിക്കാൻ ചെന്നപ്പോൾ അപ്പോൾ അവിടെ എംബസി എന്ന് പറഞ്ഞ് ഡിക്ലെയർ ചെയ്യാൻ പറഞ്ഞു. അപ്പം ഞാൻ ബാഗ് തുറന്ന് എൻ്റെ കയ്യിലുള്ള എല്ലാം നോട്ടിൽ ചെയ്ത്, ഇനി ഈ ഡിക്ലെയർ ചെയ്യുന്നതിൻ്റെ ഒരെണ്ണം കൂടുതലുണ്ടായാൽ നമ്മൾ അകത്ത് പോകും. എന്താണ് കള്ളത്തരം കാണിച്ചെന്നില്ല എൻ്റെ അർത്ഥം. അതാണ് ഡിക്ലറേഷൻ വെച്ചിരിക്കുന്നത്. ഇപ്പോൾ ഈ പ്രലോഭനങ്ങളുടെ ഉദ്ദേശം ഡിക്ലെയർ ചെയ്യാനാണ്. നീ ആരുടെ പക്ഷത്താണെന്ന് ഡിക്ലെയർ ചെയ്യണം. ദൈവത്തിൻ്റെ പക്ഷത്താണോ, സാത്താൻ്റെ പക്ഷത്താണോ, ലോകത്തിൻ്റെ പക്ഷത്താണോ ഡിക്ലെയർ ചെയ്യണം. അതുകൊണ്ടാണ് പ്രലോഭനങ്ങൾ ഉണ്ടാവേണ്ടതാണെന്ന് ഈശോ പറയണത്. പക്ഷേ മേജറായിട്ടുള്ള പ്രലോഭനങ്ങൾ ഉണ്ടായാൽ നമ്മൾ പെട്ടുപോണ കൊണ്ടാണ് കർത്താവ് പറയണത് പ്രലോഭനങ്ങൾ ഉൾപ്പെടുത്തരുത്. കർത്താവ് ഭയങ്കര രസകരമായിട്ടുള്ള ആ വിഷയം ഇന്നവിറ്റബിൾ ഈവിള് പോലെയാണ് ഈ ടെംപ്റ്റേഷൻ പറയണത്. ഇത് ഉണ്ടാകേണ്ടതാണ്, പക്ഷെ ഉണ്ടായപ്പോയാൽ ഒത്തിരി പേര് രക്ഷപ്പെടത്തില്ല. അതുകൊണ്ട് കൺട്രോൾഡ് നിയന്ത്രിത പ്രലോഭനമാണ് നമുക്ക് അനുഭവിച്ചിരിക്കണം. നിയന്ത്രിത പ്രലോഭനം എന്ന് വെച്ചാൽ ദൈവത്തിന് നമ്മളെ കൃപയിൽ നിലനിർത്തണമെന്നുണ്ട്. പക്ഷെ നിലവാരമുള്ള ദൈവകൃപയിലേക്ക് വളർത്തുന്നതിന് വലിയ ടെസ്റ്റുകൾ പാസ്സാകണം. അപ്പോൾ ആൾക്കാർ പറയും ഞങ്ങൾക്ക് അങ്ങനെ വലിയ ടെസ്റ്റൊന്നും ആവശ്യമില്ല, ചെറിയ പരിപാടിയൊക്കെ ഞാൻ കഴിഞ്ഞുകൂടിയാൽ മതി, എങ്ങനെ കഞ്ഞി വെച്ച് പോകണം, അത്രയും ദൈവത്തെ കൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ. അതാണ് ആൾക്കാരുടെ ഒരു നിലപാട്. അതുകൊണ്ട് ആത്മീയമായിട്ട് വളരത്തില്ല. ദൈവം സ്വന്തമായിട്ട് കരുതത്തില്ല. സ്വന്തമായിട്ട് കരുതിയില്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ പറ്റും. സ്വന്തമായിട്ട് കരുതിയാൽ, നിങ്ങൾക്കറിയാമല്ലോ, സ്വന്തമായിട്ട് കരുതിയാൽ എപ്പോഴും ഏത് ക്ലേശങ്ങളുടെ അപ്പുറത്തും നമ്മൾ സ്വർഗത്തെ കാണും. അതുകൊണ്ടാണ് ഈ നമ്മുടെ കൊളോസിയൻസില്ലേ, കൊളോസിയൻസ് എടുത്ത് കൊളോസോസ് 3:1 കൊളോസിയൻസ് 3:1 ക്രിസ്തുവിനോടൊപ്പം പറഞ്ഞ ക്രിസ്തുവിനോടൊപ്പം നിങ്ങൾ ഉയർപ്പിക്കപ്പെട്ടെങ്കിൽ ദൈവത്തിന്റെ വലതുഭാഗത്ത് ഉപവിഷ്ടനായിരിക്കുന്ന ക്രിസ്തു വസിക്കുന്ന ഉന്നതത്തിലുള്ളവയെ അന്വേഷിക്കുവിൻ. അതായത് ചില ക്ലേശങ്ങൾ വരുമ്പോൾ അതിൻ്റെ സബ്സ്റ്റിറ്റ്യൂട്ട് പറയണത് ആ ക്ലേശങ്ങളിൽ നിന്നുള്ള രക്ഷപ്പെടലല്ല, അതിന് പാരലായിട്ട് ഉന്നതങ്ങളിലെ കാര്യങ്ങൾ അന്വേഷിക്കാനാണ് പറയണത്. പറഞ്ഞ മനസ്സിലായി. ഇത് നമുക്ക് ഈ ടെക്നിക്ക് മനസ്സിലാകണം. ആധ്യാത്മിക ജീവിതത്തിൽ ചില ക്ലേശങ്ങൾ അപ്രതിരോധ്യവും നമുക്ക് ഒഴിവാക്കാൻ പറ്റാതെ ഇന്നവിറ്റബിളായിരിക്കും, ഒഴിവാക്കാൻ പറ്റാത്തതാണ്. ഒഴിവാക്കാൻ പറ്റാത്ത വിഷയങ്ങൾക്ക് എന്ത് ചെയ്യണം? ഉന്നതങ്ങളിൽ അതിൻ്റെ മറുപടി നമുക്ക് കിട്ടുന്നത് ഉന്നതങ്ങളിൽ നിന്ന്, നിത്യതയിൽ നിന്നാണ് ലഭിക്കുന്നത്. അതാണ് ഈശോ നിങ്ങൾ. അതായത് തിരുവുദ്ധാനം നൽകുന്നത് മനുഷ്യൻ്റെ ഭൗമികമായ എല്ലാ കഷ്ടനഷ്ടങ്ങളും ക്ലേശങ്ങളിലും ചില ആൾക്കാർ ടെമ്പറലായിട്ട് ചില ഷിഫ്റ്റ്, ചില ക്ലേശങ്ങൾ ദാറ്റ് ക്യാൻ ബി ഷിഫ്റ്റഡ്. ചില ക്ലേശങ്ങൾ മാറ്റാൻ പറ്റും, ചിലത് ഇന്നവിറ്റബിൾ ഈവിളാണ്, മാറ്റാനേ പറ്റത്തില്ല. ഈ മാറ്റാൻ പറ്റാത്ത കേസിന് എന്ത് ചെയ്യണമെന്ന് പറയണത്, അത് നിത്യതയിൽ വരവ് വെക്കാൻ പറഞ്ഞിരിക്കുകയാണ്. കാര്യം എന്താണ്? അതിന് നമുക്ക് മാർഗമില്ല. അത് നിങ്ങളെ കർത്താവിൻ്റെ തിരുവുദ്ധാനത്തിൻ്റെ കൂടെ കൂട്ടി വെക്കണമെന്നാണ്. മനസ്സിലായില്ലേ? ഇപ്പോൾ ഓട്ടിസം വന്ന കുഞ്ഞുങ്ങളെ, ഇപ്പോൾ ഞാനിവിടെ വരുമ്പോൾ ഞാൻ ഓർക്കുകയെ എനിക്ക് സങ്കടം വരും. ഓട്ടിസം കുഞ്ഞുങ്ങളെ 10 കുഞ്ഞുങ്ങളെ കൊണ്ടുവന്ന ഒരു കുഞ്ഞെ സുഖപ്പെട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. സുഖപ്പെടുന്നുണ്ട് കുഞ്ഞുങ്ങളെ, 10ൽ 1 വരുന്നുള്ളൂ. അപ്പം ഞാൻ പ്രാർത്ഥിക്കണ 10ൽ 10 വരാനാണ്. കാര്യം അത് കുരിശ് മരണമാണ്.
ആ ഓട്ടിസം വന്ന കുഞ്ഞിനെയും കൊണ്ട് ജീവിക്കണം എന്ന് പറഞ്ഞാലേ അവിടെ കൈയും കാലും നമ്മൾ കഴുകേണ്ടി വരും. അത്രയ്ക്ക് ജീവിതമാണ്, അത്രയും കഷ്ടപ്പെട്ട ജീവിതമാണ്. അപ്പോൾ എനിക്കാണെങ്കിൽ ഓട്ടിസം ബാധിച്ച കുഞ്ഞുങ്ങളെ കൊണ്ടുവരുമ്പോൾ ആ മാതാപിതാക്കന്മാരെയാണ് ഞാൻ എപ്പോഴും മാതാവിൻ്റെ അടുത്ത് കൊടുക്കണത്. കുഞ്ഞിനെ അല്ല ഞാൻ പ്രാർത്ഥിക്കണത്, കർത്താവ് ഇത് മാറ്റാൻ പറ്റത്തില്ലെങ്കിൽ, ഈശോ പറഞ്ഞില്ലേ, സാധ്യമെങ്കിൽ പിതാവേ ഈ പാനപാത്രം എന്നെ കടന്നു പോകത്തില്ലേ, അല്ലെങ്കിൽ പിന്നെ എന്താണ്, അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ. അതാണ് വിഷയം. അതിനടുത്ത് സെക്കൻഡ് ഓപ്ഷനുണ്ട്. ചില കാര്യങ്ങൾ മാറ്റാൻ പറ്റത്തില്ലെങ്കിൽ പിന്നെയുള്ളത് എന്താണ്, ദൈവഹിതം നിറവേറട്ടെ. അപ്പോൾ ദൈവഹിതം നിറവേറുമ്പോൾ ഒരു ഗുണമുണ്ടാവും. എന്താ സംഭവം, അവനെ ശക്തിപ്പെടുത്താനൊരു മാലാഖ വരും. അതാണ് ഈശോയ്ക്ക് കിട്ടിയ ഓപ്ഷൻ. എന്താ വെച്ചാൽ നമുക്കിപ്പോൾ ദൈവഹിതമായിട്ട് ഇപ്പം നിങ്ങൾക്ക് മാറ്റാൻ പറ്റാത്ത ഇന്നോവേറ്റീവ് ഈബിളായിട്ടുള്ള ഒരു സങ്കടം മാറ്റാൻ പറ്റണില്ല എന്ന് വിചാരിച്ചോ, രോഗമാകാം, വേറെ എന്തുമാകാം, ചിലപ്പോൾ ഒരു നാശം പിടിച്ച അയൽവാസിയാകാം. അറിയാമല്ലോ, നാശം പിടിച്ച അയൽവാസികളെ നമുക്ക് ചിലർ, എൻ്റെ അച്ഛ ഒരു തിരുവഞ്ചരിച്ച അച്ഛ ഏതെങ്കിലും ഈ നരകത്തിൽ നിന്ന് പോട്ടെ, ഈ രാജ്യം വിട്ട് എവിടെയെങ്കിലും ഇപ്പോൾ താമസിക്കട്ടെ, അവർ നമ്മളെ പൊറുപ്പിക്കത്തില്ല അച്ഛ എന്ന് പറയും. അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ച് നോക്കിയിട്ട് പറയും, മോളെ പോകാൻ പറ്റത്തെന്ന് തോന്നുന്നില്ല എന്ന് പറയും. കാര്യം ഇതിനേക്കാൾ വലിയ പിടിച്ചതിനേക്കാൾ വലുത് അളയിരിപ്പുണ്ട്, നീ ചെല്ലുന്ന സ്ഥലത്ത് ഇതിനേക്കാൾ വലിയ പണ്ടാരം വരുന്നുണ്ട്, നീയാണ് പ്രശ്നം, അവരല്ല പ്രശ്നം എന്ന് പറയും. എന്താ കാര്യം, ഇതിന് അവനെ ശക്തിപ്പെടുത്താൻ ഗെത്സെമനിൽ വായിച്ച് അവനെ ശക്തിപ്പെടുത്താൻ ലൂക്ക 22:42-43. ലൂക്ക 22:42. പിതാവേ അങ്ങേക്ക് ഇഷ്ടമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് അകറ്റണമേ. എങ്കിലും എന്റെ ഹിതമല്ല അവിടുത്തെ ഹിതം നിറവേറട്ടെ. അപ്പോൾ അവനെ ശക്തിപ്പെടുത്താൻ സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതൻ പ്രത്യക്ഷപ്പെട്ടു. ഇതാണ് ശക്തിപ്പെടുത്തുക. അപ്പം 10-9 കാര്യവും നമുക്ക് ഷിഫ്റ്റ് ചെയ്യാൻ നടക്കും. ഒരു കാര്യം ചിലപ്പോൾ നടക്കത്തില്ല. അതാണ് ഇന്നോവേറ്റീവ് ഈബിൾ എന്ന് പറയുന്നത്. അതെന്താണ്, അങ്ങേക്ക് ഇഷ്ടമെങ്കിൽ പാത്രം എടുത്ത് മാറ്റാം, അല്ലെങ്കിൽ എൻ്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം നിറവേറ്റം പറയുമ്പോഴെന്താ പറയണത്, അവനെ ശക്തിപ്പെടുത്താനൊരു മാലാഖ. പ്രാർത്ഥന അതാണ് സംഭവിക്കേണ്ടത്. നമുക്ക് മാറ്റപ്പെടാൻ പറ്റാത്ത ഒരു സാധനമാണെങ്കിൽ അതിന് ശക്തി ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. മനസ്സിലായ അച്ഛൻ പറയണത്? മാറ്റപ്പെടാൻ പറ്റാത്ത ഒരു വിഷയമാണെങ്കിൽ, ഇപ്പം നിങ്ങളുടെ അയൽവാസി തന്നെ അങ്ങോട്ട് നോക്കിയ കേസ് കൊടുക്കുന്ന പാർട്ടിയായിരിക്കും ചിലപ്പോൾ നമ്മൾ നോക്കത്തില്ല. പിന്നെ വല്ല ഇലയും നമ്മൾ പറന്ന് വീണ അവർ പറയും അത് നിങ്ങളെ കൊണ്ടുവന്ന് ഇട്ടതാണെന്ന് പറയും. നമ്മൾ അവിടെ നിന്ന് വല്ല കൃപാസനത്തിലോ വല്ലതും പോവുകയാണെങ്കിൽ അവിടെ വന്ന് നമ്മുടെ ചിരവയും എടുത്തിട്ട് അവർ പോകും. ജീവിക്കാൻ പറ്റത്തില്ല. നമ്മുടെ പശുവിനൊക്കെ അവർ അഴിച്ചു വിടും, കിണറ്റിൽ കൊണ്ടൊന്ന് മാലിന്യം വിടും. അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മളോട് എവിടുന്നെങ്കിലും പോയാൽ മതിയെന്ന്. പക്ഷെ പോയി കഴിഞ്ഞാൽ ഇതിനേക്കുള്ള ഗതികേടാണ് ഇനിയത്തുള്ള അവസ്ഥ. കാരണം നമ്മുടെ ഈ 3 സെൻറ്റ് സ്ഥലവും ഈ പെരയും വിറ്റാൽ കിട്ടുന്ന കാശ് കൊണ്ട് ഇനിയൊരു വീടും സ്ഥലവും മേടിക്കാൻ പറ്റത്തില്ല. അതാണ് പ്രശ്നം, അതാണ് അതിൻ്റെ വിഷയം. അപ്പം അങ്ങനെ വരുമ്പോൾ പിന്നെ എന്ത് ചെയ്യും, ഇത് മാറുന്നില്ല, മാറാത്തൊരു തിന്മയല്ലേ, ഇതിനെന്ത് ചെയ്യും? അപ്പം നിങ്ങൾ പ്രാർത്ഥിക്കണം അയൽവാസിക്ക് ഇടിവെട്ട് കൊള്ളണമെന്നല്ല പ്രാർത്ഥിക്കേണ്ടത്. ആൾക്കാർ പറഞ്ഞു കർത്താവേ ഇവിടെ എല്ലാം ഇടിവെട്ട് കൊള്ളണം, ഈ പിയാജിൻ്റെ തല ഇടിവെട്ട് കൊള്ളണമല്ലോ എന്നാണ് പ്രാർത്ഥിക്കേണ്ടത്. അങ്ങനെയല്ല പ്രാർത്ഥിക്കേണ്ടത്. എന്താണ്, ഗെത്സെമനിയിലെ അങ്ങേ ശക്തിപ്പെടുത്തി അതേ മാലാഖയാൽ എന്നെ ശക്തിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിച്ച് ഗെത്സെമനിയിൽ അങ്ങേ ശക്തിപ്പെടുത്തിയ അതേ ദൈവശക്തിയാൽ എന്നെ അഭിഷേകം ചെയ്യണമേ. വേദനയുടെ സമയത്ത് തീക്ഷ്ണമായി പ്രാർത്ഥിച്ച് ദൈവകൃപ കരയേറ്റുവാൻ ഈ ആരാധനയിലൂടെ ഞങ്ങൾക്ക് പ്രത്യേക അഭിഷേകം നൽകണമേ. ഹല്ലേലൂയ. മഹത്വം മഹത്വം. ദേവപിതാവേ നന്ദി, ദേവപിതാവേ ആരാധന. കൃപമതിയേ കൃപമതിയേ അളവില്ലാത്ത കൃപമതിയേ 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 അളവില്ലാത്ത
കൃപമതിയേ. പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ പുണ്യ അൾത്താരയിൽ വന്ന് സാക്ഷ്യം പറയുവാൻ ഞങ്ങളെ അനുഗ്രഹിച്ചതിന് അമ്മയ്ക്കും ഈശോയ്ക്കും ആയിരം ആയിരം നന്ദി പറയുന്നു. എൻ്റെ പേര് മേരി വർഗീസ്, ഇതെൻ്റെ ഭർത്താവ് വർഗീസ്. ഞങ്ങളുടെ സ്ഥലം ചാലക്കുടിക്കടുത്ത് മേലൂര്. ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് 2023 സെപ്റ്റംബർ 29 ഉടമ്പടി എടുത്ത അന്ന് മുതൽ കൃപാസനം പത്രം വഴിയാണ് ഞാൻ കൃപാസനത്തെക്കുറിച്ച് അറിയുന്നത്. കൃപാസനം പത്രം വായിച്ച് അതിലെ സാക്ഷ്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് അമ്മേനെ ഒന്ന് വന്ന് കാണണമെന്ന് മാത്രമേ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. മാസങ്ങളോളം ഞാൻ അതിനുവേണ്ടി ഒരുങ്ങി പ്രാർത്ഥിച്ചു. ഒരു 1.5 വർഷം കൊണ്ട് 500ഓളം ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചു. ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും അമ്മ തന്നെയാണ് പറഞ്ഞത്, നീ വന്ന് കണ്ടാൽ പോരാ, നീ ഉടമ്പടി എടുക്കണം, ഞാൻ സഞ്ചാരി മാതാവാണ്, ഞാൻ നിൻ്റെ കൂടെ ഉണ്ടായിരിക്കുമെന്ന്. ഞാൻ ചെറുപ്പം മുതലേ വളരെയേറെ വിശ്വാസത്തോടെ ഈശോയോടും മാതാവിനോടും പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. എനിക്ക് പലപ്പോഴും അമ്മ മാതാവിൻ്റെ സുഗന്ധാഭിഷേകവും അമ്മ മാതാവിനെ സ്വപ്നം കാണാനും ഉള്ള ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. അങ്ങനെ അമ്മ പറഞ്ഞതനുസരിച്ചാണ് 6 മാസം ഞാൻ വന്ന് ഉടമ്പടി എടുത്തത്. ഉടമ്പടി എടുത്ത് ഇവിടുന്ന് ഉടമ്പടി പത്രിക സൈൻ ചെയ്ത ആ നിമിഷം തന്നെ എന്തോ ഒരു വലിയ ഭാഗ്യം, എന്തോ ഒരു വലിയ നിധി കിട്ടിയൊരു സന്തോഷത്തോടെയാണ് ഞാൻ ഉടമ്പടി എടുത്ത് താഴേക്ക് ഇറങ്ങി വന്ന് ഇവിടെ അൾത്താരയുടെ മുമ്പിൽ വന്ന് മുട്ടുകുത്തി. അമ്മ പറഞ്ഞതനുസരിച്ച് ഞാൻ ഉടമ്പടി എടുത്തിട്ടുണ്ട്. ഇനി എൻ്റെ മരണം വരെ ഞാൻ ഈ ഉടമ്പടിയിൽ വിശ്വസ്തതാപൂർവ്വം ഉടമ്പടിയിൽ ജീവിക്കുമെന്ന് ഞാൻ അമ്മയുടെ അടുത്ത് പറഞ്ഞ് ഞാൻ ഇവിടെ നിന്ന് എഴുന്നേറ്റപ്പോഴാണ് ഞാൻ ഓർക്കുന്നത്, എനിക്ക് വെരിക്കോസിൻ്റെ അസുഖമുള്ളത് കൊണ്ട് 10 വർഷത്തിന് മേലെയായി എനിക്ക് മുട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അമ്മയുടെ അടുത്ത് വന്ന് മുട്ട് കുത്തിയതിന് ശേഷം എനിക്ക് പിന്നീട് മുട്ട് കുത്താൻ ഒരു പ്രയാസമില്ല. അങ്ങനെ അത് കഴിഞ്ഞ് വീട്ടിൽ ചെന്ന് അന്ന് മുതൽ ഉടമ്പടി നിബന്ധനകളെല്ലാം കൃത്യമായി പാലിച്ച് എല്ലാ പത്രം വിതരണവും എല്ലാ ഉടമ്പടി നിബന്ധനകളും കൃത്യമായി പാലിച്ചു പോന്നു. 6 മാസം വരെ അനുഗ്രഹങ്ങളുടെ ഒരു പെരുമഴയായിരുന്നു. കൃത്യം 6 മാസം തികഞ്ഞ അന്ന്, അതായത് മാർച്ച് 28, 2024 മാർച്ച് 28 പെസഹ വ്യാഴാഴ്ച, ചേട്ടൻ്റെ വലത് കാലിൽ ഒരു വേദന വന്നു, ശക്തമായ വേദന വന്നു. മണിക്കൂറുകൾക്കുള്ളിൽ ഞാനപ്പോൾ ഉടമ്പടി വസ്തുക്കളെ വെച്ച് പ്രാർത്ഥിച്ചു. ആൾ കിടന്നുറങ്ങി. 1 മണിയൊക്കെ ആയപ്പോഴത്തേനും കിടന്നുറങ്ങി. രാവിലെ എഴുന്നേക്കാൻ പറ്റിയില്ല. കാലങ്ങ് തളർന്നു പോയി. അന്ന് തന്നെ ആസ്പത്രിയിലൊക്കെ കൊണ്ടുപോയി. ഡോക്ടർമാർക്ക് എന്താണെന്നൊരു ഒന്നും പിടികിട്ടിയില്ല. ആ അവസ്ഥയിൽ അങ്ങനെ മുന്നോട്ട് പോയി. ഫിസിയോതെറാപ്പിയൊക്കെ ചെയ്തു. മരുന്ന് ചെയ്തിട്ടും നീർക്കെട്ടാണെന്നൊക്കെ പറഞ്ഞ് മരുന്ന് ചെയ്തിട്ടും ഒരു കുറവും കണ്ടില്ല. അങ്ങനെ ഇരിക്കുമ്പോഴത്തേനും കാല് പൂർണ്ണമായിട്ട് നീര് വെച്ചു. പിന്നെ ഭയങ്കര ശക്തമായ പനിയും വന്നു. ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി കഴിഞ്ഞ് അവർ വീണ്ടും അതെന്താണെന്ന് അറിയാൻ വേണ്ടി ടെസ്റ്റുകൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേനും ആളുടെ വയറ് വീർത്ത് വരാൻ തുടങ്ങി. ഒരു ദിവസം രാത്രിയിൽ വയറ് അല്ലാതെ വീർത്ത് വന്ന് വയറ് പൊട്ടുന്ന ഒരവസ്ഥയിലേക്ക് വന്നു. ശക്തമായ പനി. എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഞാൻ ആകെ തകർന്നു പോയി. ബൈബിൾ തുറന്നപ്പോൾ എനിക്ക് കിട്ടിയത് ഇത്. ഞാൻ ഈശോയോട് അങ്ങനെ ചോദിച്ചു, ഇതെന്താ ഈ സഹനം, 1 മാസമായിട്ടും ഈ സഹനത്തിന് ഒരു കുറവുമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പ്രാർത്ഥിച്ച് ബൈബിൾ തുറന്നപ്പോൾ എനിക്ക് കിട്ടിയത് 1 പത്രോസ് 4:12-13 പ്രിയപ്പെട്ടവരെ, നിങ്ങളെ പരിശോധിക്കാനായി അഗ്നിപരീക്ഷകൾ ഉണ്ടാകുമ്പോൾ അപ്രതീക്ഷിതമായതെന്തോ സംഭവിച്ചാലെന്നതുപോലെ നിങ്ങൾ പരിഭ്രമിക്കരുത്. ക്രിസ്തുവിൻ്റെ പീഡകളിൽ പങ്കാളിയാകുന്നതിൽ ആഹ്ലാദിക്കുവിൻ. അവൻ്റെ മഹത്വം വെളിപ്പെടുമ്പോൾ അത്യധികം ആഹ്ലാദിക്കുമെന്ന വചനം കിട്ടി. ദൈവനാമ മഹത്വത്തിനായിട്ട് ഈ രോഗം ദൈവമഹത്വം കാണാൻ ഇടവരുമെന്ന് വിശ്വസിച്ച് അതിൽ പ്രത്യാശ വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പിന്നെ ഒരു രാത്രിയിൽ, അത് ഏപ്രിൽ 27 വെളുപ്പിന് അർദ്ധരാത്രി, ശക്തമായ പനിയും വയറ് വീർത്ത് വന്ന് തലയും കൈയും കാലുകളും ഇട്ട് അടിച്ച് ആൾ മരിക്കും എന്നുള്ള ഘട്ടത്തിലേക്ക് ആയി കഴിഞ്ഞപ്പോൾ ഞാൻ ഈശോയോട് പറഞ്ഞു, ഇനിയും സഹനത്തിന് വിട്ടുകൊടുക്കാതെ എൻ്റെ ചേട്ടൻ്റെ രോഗങ്ങളെല്ലാം എനിക്കിതായോ, ഞാൻ ഈ രോഗത്താൽ മരിക്കേണ്ടി വന്നാലും ഞാൻ ഈ രോഗം മാറ്റിത്തരണേ എന്ന് ഞാൻ പ്രാർത്ഥിക്കില്ല. ചേട്ടന് പൂർണ്ണ സൗഖ്യം നൽകണം. അങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിച്ച്, വചനം പറഞ്ഞ് പ്രാർത്ഥിച്ചു. നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് വെള്ളത്തിൽ ഉപ്പിട്ട് മേല് മുഴുവൻ തുടച്ചു.
തൈലം തൊട്ട് കുരിശ് വരച്ചു. ഒരു 5 തുള്ളി തേനെടുത്ത് വായിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഈശോയുടെ 5 തിരുമുറികളുടെ യോഗ്യതയാൽ പൂർണ്ണ സൗഖ്യം നൽകണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേനും ആ റൂമിലാകെ ഒരു സുഗന്ധാഭിഷേകം നിറഞ്ഞു. പരിശുദ്ധ അമ്മ വന്നു. അമ്മയുടെ സ്വരം ഞാൻ കേട്ടു. വിശുദ്ധ കുർബാന സ്വീകരിക്കണമെന്ന് അമ്മ പറഞ്ഞു. പറഞ്ഞതനുസരിച്ച് വെളുപ്പിന് 6 മണിയായപ്പോൾ വിശുദ്ധ കുർബാന സ്വീകരിച്ചു. അത് കഴിഞ്ഞ് ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേനും ചേട്ടൻ ടോയ്ലറ്റിൽ പോയി. ഒരുപാട് വയറിളകിപ്പോയി. അതോടെ വയറ് ചുരുങ്ങി, പനി വിട്ടുമാറി. അതിനുശേഷം ഇന്ന് വരെ ഒരു നീരുവിശ പനി പോലും ചേട്ടന് വന്നിട്ടില്ല. ലിവറിൻ്റെ ടെസ്റ്റ് ചെയ്തപ്പോൾ ലിവർ സിറോസിസാണ്, ലിവറിൽ നീർക്കെട്ടാണ്. ആ നീർക്കെട്ട് ഇൻഫെക്ഷനായി എന്നാണ് ഡോക്ടർ പറഞ്ഞത്. അതിന് ഒരു പനിക്കൊരു പാരസിറ്റമോളും പോലും കഴിക്കരുത്. ഒരു വയറുവേദന വന്ന ഒരു അരിഷ്ടം പോലും കഴിക്കാൻ പാടില്ല എന്നാണ് ഡോക്ടർ പറഞ്ഞത്. അതിനൊരു മരുന്നും അവർ ചെയ്തുമില്ല. കാലിലെ നീർക്കെട്ടിന് അവർ വെള്ളം കുത്തിയെടുത്തിട്ട് ബയോപ്സി ചെയ്യാൻ വേണ്ടി വിട്ടിരുന്നു. ആ ബയോപ്സിയുടെ റിസൾട്ട് വന്നപ്പോൾ അന്നാണ് ബയോപ്സിയുടെ റിസൾട്ട് വന്നത്. അത് നെഗറ്റീവായിരുന്നു. അപ്പോൾ അന്ന് അങ്ങനെ സൗഖ്യം കിട്ടി. പക്ഷേ കാലിൻ്റെ അവസ്ഥയ്ക്ക് ഒരു തളർച്ചയും ആ നീരിനും ഇതിനും ഒരു വ്യത്യാസവും ഉണ്ടായിരുന്നില്ല. പിന്നീട് ഞങ്ങൾ അന്ന് ഡോക്ടർ പറഞ്ഞു വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിലേക്ക് പോയിക്കോ, കാലിന് എന്താണ് രോഗം എന്നുള്ളത് ഞങ്ങൾ ഇവിടെ ഇനി ടെസ്റ്റുകളൊന്നും ചെയ്യാനില്ല, ഈ ടെസ്റ്റിലൊന്നും ഞങ്ങൾക്ക് ഒരു പിടിയും കിട്ടാനില്ല, വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞ് ഞങ്ങൾ അങ്ങനെ വീട്ടിലേക്ക്. അപ്പോൾ ചേട്ടൻ ആകെ പേടിച്ചു, ഞാനും കരഞ്ഞു. കാലിന് എന്താണാവോ അസുഖം എന്ന് വിചാരിച്ചിട്ട് ഞാൻ കരയണ കണ്ടപ്പോൾ ചേട്ടനും കരഞ്ഞു. ചേട്ടനൊന്നും ആരോടും മിണ്ടുന്നില്ലായിരുന്നു. അന്ന് അത് കഴിഞ്ഞ് ചേട്ടൻ പറഞ്ഞു എനിക്ക് വീട്ടിൽ പോകണം, 2 ദിവസം എനിക്ക് വീട്ടിലൊന്ന് കിടക്കണമെന്ന്, ഒരു ദിവസം എനിക്ക് വീട്ടിലൊന്ന് കിടക്കണമെന്ന് പറഞ്ഞു. അന്ന് പിറ്റേ ദിവസം സൺഡേ ആയതുകൊണ്ട് 2 ദിവസം വീട്ടിൽ കിടന്ന് അതിൻ്റെ തൊട്ടടുത്ത ദിവസം മെയ് 29-ാം തീയതിയാണ് രാജഗിരി ഹോസ്പിറ്റലിൽ ചെന്ന് രാത്രിയെന്നോ പകലെന്നോ ഭേദമില്ലാതെ അവിടെ ടെസ്റ്റുകൾ ഓരോന്ന് ചെയ്ത് രോഗം കണ്ടുപിടിച്ചു. മെയ് 3-ാം തീയതി ഡോക്ടർ വന്നിട്ട് പറഞ്ഞു ഒരു അപൂർവ രോഗം മൂലം കാല് തളർന്നു പോയി, ഇനി എഴുന്നേറ്റ് നടക്കുമെന്നുള്ള യാതൊരു പ്രതീക്ഷയും വേണ്ട. അതോടൊപ്പം തന്നെ കാലിൽ ഇൻഫെക്ഷൻ വന്നിട്ടുണ്ട്. ആ ഇൻഫെക്ഷൻ എത്രയും പെട്ടെന്ന് അത് സർജറി ചെയ്ത് വാഷ് ചെയ്ത് ബയോപ്സിക്ക് അയക്കണം. അതല്ലാന്നുണ്ടെങ്കിൽ ശരീരത്തിൽ പെട്ടെന്ന് അത് സ്പ്രെഡായ ആൾ മരണപ്പെടാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അന്ന് അത് ചെയ്തു. കുഴപ്പമൊന്നുമില്ലാണ്ട് ഓപ്പറേഷൻ കഴിഞ്ഞു. ഞാൻ 5-ാമത്തെ ദിവസം വീണ്ടും ഡോക്ടർ വന്നിട്ട് പറയാ റീഓപ്പൺ ചെയ്യേണ്ടി വരും, വീണ്ടും സർജറി ചെയ്യേണ്ടി വരും, കാലിന് നീര് വീണ്ടും കൂടി വരാണ്, എന്താ എനിക്ക് ആകെ പേടിയാവുന്നെന്ന് ഡോക്ടർ തന്നെ പറഞ്ഞു. ആ സമയം ഞാൻ ചേട്ടനെ സമർപ്പിച്ച് ആ കാലിൽ ഉടമ്പടി തൈലം തൊട്ട് എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നുണ്ട്. ഉടമ്പടി തൈലം നേർച്ച വസ്തുക്കളും കൊടുത്ത് അന്ന് പ്രത്യേകമായിട്ട് ഉടമ്പടി തൈലം കുരിശ് വരച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേനും ഞാൻ അമ്മയുടെ അടുത്ത് പറഞ്ഞു ഇനി ഈ കാലിൽ കത്തി വയ്ക്കാൻ അമ്മ അനുവദിക്കരുത്, പൂർണ്ണമായി സൗഖ്യം നൽകണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേനും ഒരു അതീവ സുന്ദരിയായിട്ടുള്ളൊരു കന്യാസ്ത്രീ കയറി വന്ന് ഞാൻ കാലിൽ കുരിശ് വരച്ചതുപോലെ തന്നെ സിസ്റ്റർ കുരിശ് വരച്ച് പ്രാർത്ഥിച്ച് ഉടനെ ചേട്ടനോട് പറയാ ചേട്ടൻ ഇങ്ങനെ കിടന്നാൽ പോരാ, ചാടി എഴുന്നേറ്റ എന്ന് പറഞ്ഞ വഴി ഇതുപോലെ തളർന്ന് കിടന്ന് ഒരു ചെറുവിരൽ പോലും അനക്കാൻ പറ്റാതെ കിടന്ന ആള് ഒരു പാവ എഴുന്നേറ്റ് കട്ടിലിരിക്കുന്ന പോലെ അങ്ങ് എഴുന്നേറ്റിരുന്നു. ഞങ്ങളിത് എന്താണ് ഈ അത്ഭുതം, എന്ത് അത്ഭുതമായി കാണുന്നതെന്ന് ഓർത്തിട്ട് അവിടെ നിന്ന് ഞാൻ കരയാനാണ് ചെയ്തത്. അത് കഴിഞ്ഞ് സിസ്റ്റർ കൈ പിടിച്ച് ചേട്ടനെ ആ റൂമിലങ്ങ് നടത്തി വീണ്ടും കൊണ്ടുവന്ന് ബെഡിലിരുത്തി. പിറ്റേ ദിവസം ഡോക്ടർ എന്നിട്ട് പോകാൻ സമയത്ത് സിസ്റ്റർ പറഞ്ഞു വിഷമിക്കണ്ട, തോളിൽ തട്ടിയിട്ട് പറഞ്ഞു വിഷമിക്കണ്ട, ഞാൻ ഈശോയോട് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ സിസ്റ്റർ അങ്ങ് പോയി. പിറ്റേ ദിവസം ഡോക്ടർ വന്നപ്പോൾ പറഞ്ഞു ഇനി സർജറി വേണ്ട എന്ന് പറഞ്ഞു. പക്ഷെ കാലിനൊരു വ്യത്യാസം ഉണ്ടായിരുന്നില്ല. അങ്ങനെ മെയ് 13-ാം തീയതി ഞങ്ങൾക്ക് ഡിസ്ചാർജ് പറഞ്ഞു. അപ്പം ഞാനിങ്ങനെ മാതാവിനോട് ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചുള്ളൂ ഈ തളർന്ന് കിടക്കുന്ന ആളെയും കൊണ്ട് ഞാൻ വീട്ടിൽ പോയിട്ട് എന്ത് ചെയ്യും, ഒന്ന് എഴുന്നേറ്റൊന്ന് ബാത്റൂമിലേക്ക് പോകാനുള്ള ഒരു ആരോഗ്യമെങ്കിലും തന്നെങ്കിൽ എന്ന് അങ്ങനെ മനസ്സിൽ വിചാരിച്ചുള്ളൂ. അപ്പോഴത്തേനും ഈ സിസ്റ്റർ വീണ്ടും വന്ന് ചേട്ടൻ നല്ല ഉറക്കമായിരുന്നു. ആ സമയത്ത് ചേട്ടൻ്റെ കാലിൽ മുകളിൽ നിന്ന് തുടങ്ങി താഴെ വരെ അങ്ങ്
തടവുന്നതേ ഞാൻ കണ്ടുള്ളൂ. സിസ്റ്റർ തടവി കഴിഞ്ഞ വഴി പെട്ടെന്ന് ചേട്ടൻ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റിട്ട് പറയാ, മാതാവിൻ്റെ അടുത്ത് വന്നു, എന്നെ ഐസ് കൊണ്ട് തടവി, എൻ്റെ കാലിൽ നിന്ന് എന്തോ ഒരു ഭാരം ഇറങ്ങിപ്പോയി, എൻ്റെ കാല് നീല കളറായി എന്ന് പറഞ്ഞു. ഞാൻ പെട്ടെന്ന് കാലിലേക്ക് നോക്കിയിട്ട് ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ സിസ്റ്ററെ കാണുന്നില്ല. അങ്ങനെ കാല് നോക്കുമ്പോൾ മറ്റേ കാല് പോലെ തന്നെയായി. ആ കാല് പിന്നെ സാവധാനം ചേട്ടൻ നടന്നു തുടങ്ങി. ഇപ്പം സുഖമായിട്ട് നടക്കും. 3 മാസമൊക്കെ ആയപ്പോഴത്തേനും ഡോക്ടർ ഒരിക്കലും നടക്കില്ല എന്ന് പറഞ്ഞ് കാലിന് വീണ്ടും ചേട്ടൻ നന്നായി നടക്കാൻ തുടങ്ങി. അത് കഴിഞ്ഞ് ഒരു നവംബർ 20 അതങ്ങനെ ആ സൗഖ്യം. അതിന് പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും കോടാനുകൂടി നന്ദി പറയുന്നു. അത് കഴിഞ്ഞൊരു നവംബർ 20 തീയതിയൊക്കെ ആയപ്പോഴത്തേനും അന്ന് ഞങ്ങൾ രാജഗിരി ഹോസ്പിറ്റലിൽ പോയി ചെക്കപ്പിന് പോയതാണ്. 3 ഡോക്ടേഴ്സിനെ കാണേണ്ടതുണ്ടായിരുന്നു. ഡോക്ടേഴ്സിൻ്റെ അടുത്തേക്ക് ചേട്ടൻ റൂമിൽ നടന്ന് ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞത്, നിങ്ങളൊരു അത്ഭുത മനുഷ്യനാണ്, നിങ്ങളിങ്ങനെ നടന്ന് വരണം, ചേട്ടൻ ഇങ്ങനെ നടന്ന് വരണത് കാണുമ്പോൾ ഞങ്ങളുടെ സന്തോഷം ഞങ്ങൾക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് സന്തോഷത്തോടുകൂടി വീട്ടിൽ വന്നതാണ്. അന്ന് രാത്രിയിൽ ചേട്ടൻ്റെ വയറ്റിൽ നിന്ന് ബ്ലഡ് പോകാൻ തുടങ്ങി. ചേട്ടൻ ഹാർട്ട് പേഷ്യൻ്റ് ആയതുകൊണ്ട് അതിൻ്റെ ബ്ലഡ് ലൂസാവാനുള്ള ഗുളിക കഴിക്കുന്നുണ്ടായിരുന്നു. ആ ഗുളിക കഴിക്കുന്നതുകൊണ്ട് ബ്ലീഡിങ് നിന്നില്ല. ബ്ലഡ് എല്ലാം പോയി. ആൾക്ക് ടാപ്പ് തുറന്നിട്ടതുപോലെ ബ്ലഡ് പോയിരുന്നത്. ബ്ലീഡിങ് കൂടി ആൾ കുഴഞ്ഞു വീണു. ഒരനക്കമില്ലാതെ തളർന്ന് തണുത്ത് ഇങ്ങനെ കിടക്കുമ്പോൾ ഞാനും എനിക്കൊന്നും മിണ്ടാൻ പറ്റാത്തൊരവസ്ഥയിലായി. ഞാനിങ്ങനെ മാതാവിനോട് പറഞ്ഞു, മാതാവ് എഴുന്നേൽപ്പിച്ച് നടത്തിയിട്ട് കൊണ്ടുപോകാനായിരുന്നോ, എൻ്റെ ചേട്ടനെ എഴുന്നേൽപ്പിച്ച് നടത്തിയത് ഇങ്ങനെ കൊണ്ടുപോകാനായിരുന്നു എന്നൊക്കെ ചോദിച്ച് ഇങ്ങനെ കരഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ ഉടമ്പടിക്ക് ആശുരൂപം ഊരി കഴുത്തിലിട്ടുണ്ടായിരുന്നു. നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. സിസ്റ്റർ ഒരു സ്വരം ഞാൻ കേൾക്കുക, നീ ആ കയ്യിലേക്ക് ഒന്ന് നോക്കിയെന്ന് പറഞ്ഞിട്ട് അപ്പോഴാണ് ഞാൻ ചേട്ടൻ്റെ കയ്യിലേക്ക് നോക്കണേ. ചേട്ടൻ്റെ കഴുത്തിൽ കിടന്ന ഉടമ്പടിക്ക് ആശുരൂപവും ക്രൂശിത രൂപവും മുറുകെ പിടിച്ചേക്കായിരുന്നു. അപ്പം ഞാൻ അപ്പോഴാണ് മനസ്സിലായത് ചേട്ടന്. എന്നിട്ട് ഞാൻ അതും പിടിച്ചൊന്ന് വലിച്ചു നോക്കിയപ്പോൾ ആ പിടിയൊന്ന് മുറുക്കി. കഥ കഴിഞ്ഞ് ഒരു 45 മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് പറയണത്, എൻ്റെ കാല് മരയിക്കണമെന്ന് പറഞ്ഞു. ആ സമയം ഞാൻ ഓടിച്ചെന്ന് മാതാവിന് നന്ദി പറഞ്ഞു. കണ്ണു തുറന്ന് സംസാരിക്കാറായപ്പോൾ ചേട്ടൻ പറയുന്നത്, ഞാൻ ഒരു അഗാധമായ ഗർത്തത്തിലേക്ക് താഴ്ന്നു പോയി. എവിടെയോ എനിക്കൊരു പിടി കിട്ടിയിട്ടുണ്ടായിരുന്നു, ഞാൻ എൻ്റെ പിടി വിട്ടിട്ടുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് കുറേ കഴിഞ്ഞപ്പോൾ എൻ്റെ 2 കൈയിലും പിടിച്ച ആരോ പൊക്കിയെടുത്ത് ഇട്ടു എന്ന് പറഞ്ഞു. ഞങ്ങൾ പിറ്റേ ദിവസം വീണ്ടും ഹോസ്പിറ്റലിൽ പോയി. അപ്പോൾ അത് പൈൽസ് പൊട്ടി ബ്ലഡ് പോയതായിരുന്നു. ഈ ഗുളിക കഴിക്കുന്നത് കൊണ്ട് ബ്ലീഡിങ് നിൽക്കാതായതാണ്. ബ്ലഡ് മുഴുവൻ പോയി. അത് മരണത്തിൻ്റെ വക്കിൽ നിന്ന് അങ്ങനെയും ചേട്ടനെ രക്ഷിച്ചു. പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും അതിൽ നന്ദി പറയുന്നു. അത് കഴിഞ്ഞ് ഡിസംബർ 10 തീയതി രാത്രിയിൽ തന്നെ ചേട്ടന് നെഞ്ചുവേദന എന്ന് പറഞ്ഞു. ഞാൻ വേഗം ഒരു വിശ്വാസ പ്രമാണം ചൊല്ലി ഉടമ്പടി വസ്തുക്കളെല്ലാം എടുത്ത് ഉപയോഗിച്ചു. തൈലം തൊട്ട് കുരിശ് വരച്ചു, ഉപ്പിട്ട് വെള്ളം കൊടുത്തു, തേനെടുത്ത് വായിൽ ഒഴിച്ചു കൊടുത്തു, ഉടമ്പടിക്ക് ആശുരൂപം കഴുത്തിലിട്ട് കൊടുത്തു. പെട്ടെന്ന് ഞാൻ ചേട്ടനോട് പറഞ്ഞു, നമുക്ക് ഹോസ്പിറ്റലിൽ പോകാമെന്ന് പറഞ്ഞ്. ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ പറഞ്ഞു 2 ബ്ലോക്ക് ഉണ്ട്, അതിൽ ഒരു ബ്ലോക്ക് നമുക്ക് ആൻറ്റിപ്ലാസ്റ്റി ചെയ്യാം, മറ്റേ ബ്ലോക്ക് ഹാർട്ടിനോട് ചേർന്നാണ്, അതിൽ നിന്ന് ബ്ലഡ് ലീക്കുണ്ട്, അപ്പോൾ ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല, ഞങ്ങൾ തൊടില്ല, നിങ്ങൾ എത്രയും പെട്ടെന്ന് വേറെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിക്കൊള്ളാൻ പറഞ്ഞ ആംബുലൻസ് മാർഗം ഞങ്ങൾ എറണാകുളം ലിസിയിൽ എത്തിച്ചു. ലിസിയിൽ ചെന്ന് ഒരു സൈഡിലെ ബ്ലോക്ക്, റൈറ്റ് സൈഡിലെ ബ്ലോക്ക് ആൻറ്റിപ്ലാസ്റ്റി ചെയ്തു. ലെഫ്റ്റ് സൈഡിലെ ബ്ലോക്ക് ഡോക്ടർ പറയണത് ബൈപ്പാസ് സർജറി ചെയ്താൽ പോലും അത് റിസ്ക്കാണ്, ചെയ്യാൻ പോലും റിസ്ക്കാണ്, നമുക്ക് പ്രാർത്ഥിക്കാം, ഒരു 6 മാസം നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ 6 മാസം നോക്കി. 5-ാമത്തെ മാസം വന്നപ്പോഴത്തേനും അങ്ങനെ പറഞ്ഞു വിട്ടു. 5-ാമത്തെ മാസം വന്നപ്പോഴത്തേനും ചേട്ടന് മെയ് മാസത്തിൽ ഒരു ശ്വാസതടസ്സം പോലെ വന്നു. പെട്ടെന്ന് ഞങ്ങൾ ഈ അറ്റാക്കിൻ്റെ പോലെ തന്നെ ആയിരിക്കും എന്ന് ഓർത്ത് ലിസി ഹോസ്പിറ്റലിലേക്ക് തന്നെ കൊണ്ടുപോയി. അവിടെ ചെന്ന് എല്ലാ ടെസ്റ്റുകളും ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞു ഹാർട്ട് ബെറ്ററായി എന്നാണ് പറഞ്ഞത്. ആ ഹോസ്പിറ്റലിൽ നിന്ന് ഞങ്ങൾ നേരെ വന്നത് കൃപാസനത്തിലേക്ക്. ഇവിടെ വന്ന് മാതാവിൻ്റെ അടുത്ത് നന്ദി പറഞ്ഞു പോയി. ഞാൻ കഴിഞ്ഞ മാർച്ചിൽ ഞങ്ങൾ വന്ന് സാക്ഷ്യം പറയാൻ വേണ്ടി ഇവിടെ വന്നതായിരുന്നു. അന്ന് അലക്സച്ചൻ പറഞ്ഞു ഒരു സാക്ഷ്യം കൂടിയും കിട്ടാനുണ്ട്, അതും കൂടി കിട്ടിയിട്ട് പറഞ്ഞാൽ മതി എന്നാണ് പറഞ്ഞത്. അത് ഈ ഹാർട്ടിൻ്റെ സൗഖ്യമായിരുന്നു.
അത് ആ സൗഖ്യം അറിഞ്ഞത് മെയിലായിരുന്നു. കഴിഞ്ഞ ഈ സർജറി കഴിഞ്ഞ് ജൂൺ മാസം ആയപ്പോഴത്തേനും വലത് കണ്ണിലെ കാഴ്ച പോയി. അതിന് ഞങ്ങളൊരു 10 ഡോക്ടർമാരെ കാണിച്ചു. അപ്പോൾ പ്രഷർ കൂടിയിട്ട് കണ്ണിലെ ഞരമ്പ് പൊട്ടി, ഞരമ്പെല്ലാം ബ്ലഡ് ബ്ലോക്കായി കിടക്കുകയാണ്. ഇനി ആ കണ്ണിന് കാഴ്ച കിട്ടില്ല എന്ന് എല്ലാ ഡോക്ടർമാരും പറഞ്ഞതാണ്. പിന്നെ അതിന് ശേഷം ഞങ്ങൾ ഡിസംബർ 7-ാം തീയതി ഒരു ഏറെ പ്രതീക്ഷയോടുകൂടി ആലുവയിൽ ഒരു ഡോക്ടറുടെ അടുത്തേക്ക് പോയി, കണ്ണിൻ്റെ ഡോക്ടറുടെ അടുത്ത്. ആ ഡോക്ടർ അവിടെ ചെന്നപ്പോൾ പറഞ്ഞത്, ചേട്ടൻ്റെ റിപ്പോർട്ടുകളെല്ലാം കണ്ട് ഡോക്ടർ പറഞ്ഞത്, നിങ്ങൾ ഭാഗ്യവാനാണ്, യു ആർ ലക്കി മാൻ. ജീവിതകാലം മുഴുവനും നിങ്ങൾ വീൽ ചെയറിൽ കഴിയേണ്ട ഒരു രോഗമായിരുന്നു നിങ്ങൾക്ക് വന്നത്. നിങ്ങൾക്ക് എഴുന്നേറ്റ് നടക്കാൻ ഒരു ഭാഗ്യം തന്ന ദൈവത്തിന് നിങ്ങൾ നന്ദി പറയൂ. ഒരു കണ്ണല്ലേ പോയുള്ളൂ എന്ന് പറഞ്ഞു വിട്ടു. ശേഷം പിന്നെയും ഇടത് കണ്ണിന് മങ്ങൽ വന്നു. അങ്ങനെ ഞങ്ങളിവിടെ കഴിഞ്ഞ ജൂലൈയിൽ വന്ന് ജോസഫച്ചനെ കണ്ട് ജോസഫച്ചൻ കൈവച്ച് പ്രാർത്ഥിച്ച് ഇപ്പോൾ ഭാഗികമായിട്ടുള്ള കാഴ്ച കിട്ടിയിട്ടുണ്ട്. ഞാൻ ആ സമയം ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചത് ബൈബിള് വായിക്കാനുള്ള വചനം പറഞ്ഞ് പ്രാർത്ഥിച്ചപ്പോഴാണ് ചേട്ടന് സൗഖ്യം കിട്ടിയത്. വചനം വായിക്കാനുള്ളൊരു കാഴ്ചശക്തി ചേട്ടന് കൊടുക്കണമെന്നായിരുന്നു. അതിൻ്റെ ഇപ്പോൾ നന്നായി എല്ലാ ദിവസവും ബൈബിള് വായിക്കും, കാരുണ്യപ്രവൃത്തി പത്രം വിതരണം ചെയ്യും. എനിക്ക് കിട്ടിയ ഈ സാക്ഷ്യം, ഈ അനുഗ്രഹങ്ങൾ ഞാൻ കണ്ടുമുട്ടുന്നവരോടെല്ലാം പറഞ്ഞിട്ടുണ്ട്. എൻ്റെ കൃപാസന മാതാവാണ് എൻ്റെ ചേട്ടനെ എനിപ്പിച്ച് നടത്തിയതും. ഒരു 4 പ്രാവശ്യം മരണത്തിൻ്റെ വക്കിൽ നിന്ന് രക്ഷിച്ചതാണ്. പിന്നെ രോഗികളെ സന്ദർശിക്കും, അനാഥ ഇങ്ങനെ ബുദ്ധിമാന്ദ്യം സംഭവിച്ച കുട്ടികളെ കാണാൻ അവിടെ പോകാനും അവർക്ക് സാമ്പത്തിക സഹായം ചെയ്യാനും സാധിച്ചിട്ടുണ്ട്. സാമ്പത്തികമായി സഹായം ചെയ്യാനും രോഗികളുടെ അടുത്ത് പോകുമ്പോൾ നേർച്ച വസ്തുക്കളൊക്കെ വെച്ച് പ്രാർത്ഥിച്ച് പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകോടി നന്ദി. ഇത്രയേറെ അനുഗ്രഹങ്ങൾ നൽകി ഒരു 4 പ്രാവശ്യം മരണത്തിൻ്റെ വക്കിൽ നിന്ന് എൻ്റെ ഭർത്താവിനെ രക്ഷിച്ചതിന് എത്ര നന്ദി പറഞ്ഞാലും തീരില്ല. എൻ്റെ ജീവിതകാലം മുഴുവനും ഞാൻ ഈ ഉടമ്പടിയിൽ ജീവിക്കാമെന്ന് അമ്മയോട് വാഗ്ദാനം ചെയ്യുന്നു. ഈശോയ്ക്കും തിരുകുമാരനും 1000 നന്ദി. എനിക്ക് പെട്ടെന്ന് എൻ്റെ രോഗവിവരങ്ങളെല്ലാം പറഞ്ഞു. എൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞ് ഇവിടെ രാജഗിരി ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ രാത്രി ഒരു 12 മണി 1 മണിയായി ഉണ്ടാവും. മാതാവ് ഒരു സിസ്റ്റർ രൂപത്താണ് എൻ്റെ അടുത്ത് വന്നത്. എൻ്റെ കാലൊക്കെ നീര് വന്ന് ആ വീർത്തും മുട്ടി കിടക്കായിരുന്നു. എനിക്കതിനൊന്നും വയ്യാണ്ട് കിടക്കായിരുന്നു. ഫസ്റ്റ് വന്ന് എന്നെ തട്ടി പിടിച്ചു. എൻ്റെ കാലിന്മേൽ തഴി തടഞ്ഞു കഴിഞ്ഞപ്പോൾ കംപ്ലീറ്റ് കാലിന്മേൽ നീരാണ് പോയി. അപ്പോൾ ഞാൻ എണീറ്റിട്ട് ഒരാഴ്ചയോളായുണ്ട്, കിടന്ന കിടപ്പായിരുന്നു. എന്ന് പറഞ്ഞു, ചേട്ടൻ എണീറ്റേന്ന് പറഞ്ഞു. ഞാൻ വേഗം ചാടി എണീറ്റ് പറഞ്ഞു, ഇന്ന് താഴേക്ക് ഇറങ്ങാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ താഴേക്ക് എന്നെ കൈപ്പിടിച്ച് ഇറക്കി സിസ്റ്റർ എന്നെ പതുക്കെ നടത്തിച്ചിട്ട് എന്നെ ബെഡിലേക്ക് കയറ്റി കിടത്തി. അത് കഴിഞ്ഞ് സിസ്റ്റർ അങ്ങോട്ട് പോയി. പക്ഷേ സിസ്റ്റർ ആ നേരത്താണ് സിസ്റ്ററോട് വരാൻ വഴിയില്ല. ഞങ്ങൾ അപ്പോൾ തന്നെ അവിടെ പോയി അന്വേഷിച്ചപ്പോൾ സിസ്റ്റർ വന്നിട്ടില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ആ നേരത്ത് വന്നത് മാതാവായിരുന്നു. എൻ്റെ അടുത്ത് നേരത്ത് വന്ന് എന്നെ തൊട്ട് തലോടിയതും എന്നെ വിളിച്ചു ഉണർത്തിയതും. അത് ഞാൻ മാതാവിന് 1000 ആദ്യം നന്ദി പറയുന്നു. എത്ര പറഞ്ഞാലും തീരാത്ത, എന്താണ് പറയേണ്ടതെന്ന് എനിക്കെന്നെ അറിയില്ല. ഞാൻ തളർന്നു പോയ എന്നെ ഇന്ന് ഇതിലേക്ക് എത്തിച്ച മാതാവിനും തിരുകുമാരനും 1000 നന്ദി.